അസ്സലാമു അലൈക്കും. ഞങ്ങൾ പൂനമ്മൽ ഫാമിലിയാണ്. വാപ്പ പൂനങ്ങൽ ഹുസൈൻ, മൂത്ത മകനാണ് ഞാൻ. എനിക്ക് 5 മക്കളാണ്. എനിക്ക് 5 മക്കളാണ്. ആമിന ഇവിടുത്തെ മോളാണ്. ഇവിടുത്തെ ആമിന നമ്മുടെ ഉമ്മയാണ്. ബാക്കി എൻ്റെ അനിയൻ മുഹമ്മദ് അലിയാണ്. അവന് 2 മക്കളാണുള്ളത്. പിന്നെ കമറുന്നീസ മൊയ്ക്കലേക്കാണ് കെട്ടിച്ച്. ഭർത്താവ് അബ്ദുൽ ഗഫൂർ. ഇവർ മംഗലാപുരമാണ് സെറ്റിലുള്ളത്. അവിടെ ഇവിടെ ആയിട്ടാണ് ജീവിതം പോയിപ്പോകുന്നത്. ബിസിനസ് സംബന്ധമായിട്ട് മംഗലാപുരമാണ് സെറ്റിലുള്ളത്. അടുത്ത ആൾ അബ്ദുൽ ബാരി, ചെറിയ സൈഫുന്നീസ അവരുടെ ഭർത്താവാണ്. ഇവർ കരീറ്റിപ്പറമ്പിലാണ് ഒരു ഓമശ്ശേരിയിൽ ചെറിയ ഷോപ്പും മാനവരം മദ്രസയിൽ അധ്യാപനം ചെയ്തുകൊണ്ട് പോകുന്നു. ബാക്കി ഓരോരുത്തരായിട്ട് നമ്മളെ പരിചയപ്പെടുത്തൽ ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് മുഹമ്മദ്. പ്രിയമുള്ള കുടുംബാംഗങ്ങളെ, വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു സദസ്സ് സംഘടിപ്പിച്ചത്. എല്ലാവർക്കും ഒന്നൊത്തുകൂടി പരസ്പരം കൂട്ടം പറഞ്ഞും പാട്ടുപാടിയും കഥകൾ പറഞ്ഞും പഴയ കാലങ്ങളായിരിക്കും ഇങ്ങനെ 2 ദിവസം എന്നെ ഏറ്റവും ആകർഷിച്ചത് അതാണ്. ഒരു ദിവസം നിങ്ങളിവിടെ സ്റ്റേ ചെയ്തു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുമിച്ച് കൂടലിൽ ഒരു അർത്ഥം ലഭിക്കുന്നത് അങ്ങനെ ഉണ്ടാവുകയാണ്. സാധാരണ നമ്മൾ കല്യാണത്തിന് കുടുംബക്കാരൊക്കെ വിളിക്കണം എന്നറിയും. പക്ഷേ നമ്മളെവിടെയെങ്കിലുമൊക്കെ വന്നിട്ട് എത്ര ആൾ വിളിച്ചാലും നമ്മുടെ ഒരു സമയത്തുമ്പോൾ നമ്മൾ പോയിട്ട് എവിടെയെങ്കിലും ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് ആരെങ്കിലും 1-2 പേരെ കണ്ട് പിരിയുന്ന ഒരവസ്ഥ. അതിനേക്കാളൊക്കെ ഒരു മഹത്തരമായിട്ട് ഇങ്ങനെ ഒരു 2 ദിവസം ഒരുമിച്ച് കൂടിയത് വളരെ സന്തോഷമുണ്ട്. സംഘാടകരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് സമയം, നിങ്ങളുടെയൊക്കെ സമയം 2 മണിക്ക് ക്ലോസ് ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അത് വീണ്ടും ഇങ്ങനെ നീണ്ടുപോവുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ പൂനങ്ങലെ ഇളയ മകൾ സൈഫുന്നീസയെ കല്യാണം കഴിച്ചു. കരീറ്റിപ്പറമ്പിൽ ആണ് എൻ്റെ വീട്. എൻ്റെ ഉപ്പ PC മുഹമ്മദ് മുസ്ലിയാർ ഓമശ്ശേരിയിൽ ജ്വല്ലറി നടത്തുന്നു. രാവിലെ കുറഞ്ഞ സമയത്ത് മദ്രസയിലും ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ കുട്ടികൾ 4 പേരാണ്. മൂത്ത മകൾ നിങ്ങൾക്കറിയാം, മിന്ന സൈനബ്. ഇപ്പോൾ കഴിഞ്ഞ മെയ് മാസത്തിൽ കല്യാണം. ഒരുപാട് എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും. പരമാവധി ആളുകളൊക്കെ വിളിച്ചിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. അതിനുള്ള നന്ദി കൂടി അറിയിക്കുകയാണ്. മകൾ ഓൾ ഇവിടെ ഇല്ല. അവളിപ്പം ഉംറയ്ക്ക് പോയതാണ്. ഇന്നലെ മദീനത്താണുള്ളത്. അവളുടെ അമലുകളൊക്കെ സ്വീകരിക്കാൻ നിങ്ങളും ദുആ ചെയ്യുക. അവളുടെ ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പയും ഒന്നിച്ചാണ് പോയത്. പിന്നെ 2ാമത്തെ മകൻ, അവന് കൊടുവള്ളിയിൽ ദാറുൽ ഹുദയുടെ കൊടുവള്ളി ബ്രാഞ്ചിൽ ഹുദവിക്ക് വേണ്ടി പഠിക്കുന്നു. 9ാം ക്ലാസ്സിലാണ്. ഇന്നലെ വന്നിരുന്നു. 2 ദിവസം ലീവ് കിട്ടാത്തത് കൊണ്ട് പിന്നെ അവിടെ പ്രോഗ്രാം ഉണ്ട്. അതുകൊണ്ട് അവന് വരാൻ പറ്റിയിട്ടില്ല. പിന്നെ 3ാമത്തെ മകൻ മിക്സൽ, മുന്നോട്ട് നാലെല്ലാം കാണും. പിന്നെ +2 പഠിക്കുന്നു. ഇപ്പോൾ കൊടുവള്ളിയിലാണ് പഠിക്കുന്നത്. ചെറിയ മകള് ആദി ഇന്നലെ ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. ഖുർആൻ പാരായണത്തിൽ 1ാം സ്ഥാനം കിട്ടിയെന്ന് പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. മോള് മദ്രസയിൽ 5ാം ക്ലാസ്സിൽ, സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എല്ലാവരുടെയും ആഫിയത്തിനും നല്ല ഒരു വിജയത്തിനും എല്ലാ രംഗത്തും ഈ ദുനിയാവിലും ആഖിറത്തിനുമുള്ള വിജയത്തിന് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഞാൻ മൂഴിക്കൽ ചെറുവറ്റ എന്ന പ്രദേശത്താണ്. ഞാൻ മംഗലാപുരമാണ് കച്ചവടം ചെയ്യുന്നത്. എനിക്ക് 5 കുട്ടികളാണ്. പൂനങ്ങലുള്ള 2ാമത്തെ മകളാണ്. ആദ്യത്തെ മകൾ ആരിസിൻ്റെ അനുജത്തി. അങ്ങനെ മംഗലാപുരമാണ് ജോലിയും മംഗലാപുരമാണ് താമസവും. ഇവിടെ ചെറുവറ്റയിലൊരു വീടുണ്ട്. എപ്പോഴെങ്കിലും 1 മാസത്തിലോ 2 മാസത്തിലോ എപ്പോഴോ വരുന്നത്. അങ്ങനെ മക്കൾ, മൂത്ത മകൻ മുഹമ്മദ് റസൽ അക്കൗണ്ട്സാണ്. 2ാമത്തെ മകൻ എഞ്ചിനീയർ, അവൻ ജോലിക്ക് പോകുന്നുണ്ട്. 3ാമത്തെ മകൻ റമീസ് ഹുസൈൻ. 4ാമത്തേത് മുഹമ്മദ് റാസി. അവൻ ഉദവി പഠിക്കുകയാണ്. അവൻ വന്നിട്ടില്ല. 5ാമത്തെ ഫാത്തിമ റിംഷ. 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പറഞ്ഞു
അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. പിന്നെ എൻ്റെ പേര് മുഹമ്മദ് അലി. ഈ ക്ഷണിക്കാൻ പോയ മിക്കവാറും വീട്ടിൽ ഞാൻ കയറിയിട്ടുണ്ട്. അവർ തന്ന സ്വീകരണം അതൊരിക്കലും മറക്കാൻ പറ്റില്ല. ഓരോ വീട്ടിലും കയറിയപ്പോൾ അവരെ മുഖത്തു നിന്ന് കിട്ടിയ ആ സന്തോഷം, ഇത്രയും ആളുകളെ ഞങ്ങൾ ഇവിടെ വരുത്തുന്നതിൽ ആരിഫിൻ്റെ പങ്കാളിത്തവും ബാക്കി എൻ്റെ കൂടെ പോകുന്ന എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ അഞ്ചന്മാർ തന്നെ, അവർ വളരെ ഉഷാറായിട്ട് പോകുന്നതുകൊണ്ട് ഇത്രയും ആളുകളെ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇവിടുന്ന് നമുക്ക് കിട്ടിയ അഭിപ്രായം തന്നെ പിന്നെ പകുതി ആളുകളെ വരുമെന്നുള്ളത് അഭിപ്രായത്തിലായിരുന്നു. അത് ഇത്രയും കൂടുതൽ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഞങ്ങൾ ക്ഷണിച്ച ആ വീട്ടിൽ കയറി ക്ഷണിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയത്. വളരെ സന്തോഷമുണ്ട്. ഈ പരിപാടി ഇത്രയും വിജയമാക്കി തന്നതിൽ മുഴുവൻ ആളുകളും. ഇത് എല്ലാവരും പല പോരായ്മകളും ഞങ്ങളിതിൽ ഉണ്ടാവും. ഞങ്ങളിത് അങ്ങനെ ഒരു കോപ്പീകരിച്ച് ചെയ്ത സംഗതികളൊന്നുമല്ല, പല പോരായ്മകളുണ്ടാവും. അതെല്ലാം അതിന് എല്ലാവരോടും മാപ്പ് ചോദിക്കുകയാണ്. പിന്നെ എൻ്റെ ഭാര്യ അസ്ബി കൊടുവള്ളിയാണ്. എൻ്റെ മകനാണ് മുഹമ്മദ് ആസിൽ, +2 പഠിക്കുന്നത്. എൻ്റെ മോള് ഇതാ 5ാം ക്ലാസ് പഠിക്കുന്നുണ്ട്. പിന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഇതിലൊരു കാര്യം പറയാൻ പറഞ്ഞാൽ ഇവർ സംഘാടന ഇതിനെ ഇത്രയും വിജയമാക്കാൻ ഇവർക്ക് കഴിഞ്ഞതിൽ വളരെയേറെ ഞാൻ സന്തോഷിക്കുന്നു. കാരണം ഏത് വീട്ടിൽ ഇവർ ചെന്നിട്ടുണ്ടെങ്കിലും ഫസ്റ്റിൽ ആരിസിനാണ് അന്വേഷിക്കുന്നത് പറഞ്ഞു, പലരും പേരെന്ന് പറഞ്ഞു. അപ്പോൾ ആരിസിൻ്റെ അനിയനാണ് മുഹമ്മദ് അലി എന്ന് പറഞ്ഞിട്ടാണ് ചേർന്നത്. കാരണം ഈ പരിപാടിയിൽ എനിക്ക് കൂടുതൽ ഇവരെ കൂടെ സഹകരിച്ച് പോകാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ബിസിനസ് സംബന്ധമായിട്ടും മറ്റ് തിരക്ക് കാരണം എനിക്ക് ഇവരെ കൂടെ പോകാൻ പറ്റില്ല. എനിക്ക് ജസ്റ്റ് ഇന്നലെ വരാനാണ് പറ്റി. പക്ഷേ ഞാൻ ഓരോ ചലനവും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇവർ ചെന്ന വീട്ടിലെല്ലാം എൻ്റെ പേര് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നു എന്നുള്ള വിവരം എനിക്ക് ഇന്നലെ എന്നോട് എല്ലാവരും പറഞ്ഞു. അപ്പോൾ എൻ്റെ പേര് ഇവിടെ കണ്ടിയിൽ ഈ ഫാമിലിയിൽ, തെങ്ങന്തോട്ടത്തിൽ ഫാമിലിയിൽ, കളരാന്തിരി നമ്മളെ മൂത്താമ്പീട് ഫാമിലി എല്ലായിടത്തും എന്തായിരുന്നു അതിൻ്റെ കാരണം, എൻ്റെ ഒരു പ്രായത്തിൽ അധികവും ഞാൻ ഇവിടെ ഉണ്ടായിരുന്നത്. അതായത് എൻ്റെ 10ാം ക്ലാസ് കഴിയുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ അധികവും വരുന്നതും പോകുന്നു. ജസ്റ്റ് നമ്മൾ 2 കിലോമീറ്റർ നടന്നാൽ ഇവിടെ എത്തും. പിന്നെ ഇവിടുത്തെ മാവിന്മേലുണ്ടാവുന്ന മാങ്ങ അത്രയും ഒരു ടേസ്റ്റ് എൻ്റെ വായിൽ. ഇന്നും ഞാനൊരു മാങ്ങ പ്രേമിയാണ്. എവിടെ കണ്ടാലും എൻ്റെ ഭാര്യ പറയും മാങ്ങ നിങ്ങൾ വിടാത്ത ഒരാളാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ മാവ് കൊണ്ടുവന്ന് ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നു. നാളെ ജസീൻ്റെ വീട്ടിൽ വന്നപ്പോൾ ആരാമ്പറത്തെ നീ എന്താ നിനക്ക് മാങ്ങനെ തന്നത്. പക്ഷെ എനിക്ക് ഇവിടെ നിന്നും കിട്ടിയ ടേസ്റ്റ് ആയിരുന്നു ആ മാങ്ങ. ഇവിടെ ഒരു മാവുണ്ടായിരുന്നു, ഒരു കപ്പായി മാങ്ങ. അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ഞാൻ കടിച്ചു നിന്നായിരുന്നു. ഓരോ മാവിൻ്റെ മുകളിലും ഞാൻ കയറി. ഇവിടെ മലയിലുള്ള ചേരം മാങ്ങ, ഇതൊന്നും മറക്കാൻ പറ്റില്ല. ഇവിടെ ഒരു മാവുണ്ടായിരുന്നു. ഇതായിരുന്നു എൻ്റെ ഏറ്റവും ടേസ്റ്റ് പിടിച്ചത്. അപ്പോൾ അവളന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാങ്ങ ഇത്രയും ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് കിട്ടിയ ടേസ്റ്റാണ് അതെനിക്ക്. അപ്പോൾ അത്രയും പിന്നെ സംഘാടന രീതിയിൽ ഒരു പേവും ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ പേവുകൾ ഉണ്ടാവാം, പക്ഷെ അത് നമ്മൾക്ക് പേവായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത് അത്രയും വിജയമാക്കി നിന്ന ആരിഫ് പലപ്പോഴും എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ആരിഫ് എന്നെ വിളിക്കുമ്പോൾ ഒന്നും എനിക്ക് വരാൻ പറ്റാത്തത് വളരെ സങ്കടമാണ്. ആരിഫ് ഒന്നും വിചാരിക്കരുത്. നിങ്ങൾ പോയ ഓരോ പ്രവർത്തനം ഞാൻ അന്നന്ന് വാച്ച് ചെയ്യുന്നുണ്ട്, അന്നന്ന് ഇതാക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും വളരെ വൻ വിജയമാണ്. ഇനിയും നമ്മൾക്ക് മുമ്പോട്ടും ഇനിയിപ്പോൾ അടുത്തൊരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 5 വർഷം കഴിയുമ്പോഴേക്കും മക്കൾ വലുതായി. ആ മക്കൾക്ക് അതിന് അടുത്ത് വരുന്ന ജനറേഷനിൽ നമ്മളെ കുടുംബം എന്താണെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാനും നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും ആരാണ് ഇന്ന് ഇവിടെ വന്ന പല കുട്ടികളും മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ടാവും. പക്ഷെ എനിക്കറിയുന്നില്ല ആരെ മോളാണ്. ഇന്നലെ ഞങ്ങൾ തന്നെ ഇവിടെ കെട്ടിച്ചു ഒരു മരുമോൾ, അതായത് പ്ലാശ്ശേരി ഏറ്റവും ചെറിയോൻ കെട്ടിക്കൊണ്ടുവന്ന മരുമോളെ എനിക്കറിയില്ല. അപ്പം ഞാനും ആരോന്ന് അവിടുന്ന് വൈകുന്നേരം രാത്രിയിൽ ചോദിച്ചു നീ ഏതാണ്. അപ്പം ഇവിടുത്തെ ഏറ്റവും പ്ലാശ്ശേരി അർമാകാക്കൻ്റെ ഏറ്റവും ചെറിയ മോൻ കെട്ടിക്കൊണ്ടുവന്നതാണ്. അങ്ങനെ ഓരോരുത്തരും പരിചയപ്പെടുന്നത്. ഏതായാലും ഈ ഓർമ്മയിൽ ഇരിക്കട്ടെ. എല്ലാവരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ ചിലപ്പം ചിലപ്പോൾ ഇങ്ങോട്ട് ചിരിക്കുന്നുണ്ടാവും. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് അറിയാത്തതുകൊണ്ടായിരിക്കും വന്ന് സലാം പറയുക, ഞാൻ ഇന്നുള്ള ആരാണ്, ഇന്ന എവിടത്തുള്ളതാണെന്ന് പരിചയപ്പെടുക, എവിടെ കണ്ടാലും പരിചയം പുതുക്കുക. എന്നിരുന്നാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ. എൻ്റെ ഈ അനുഭവം വെച്ചാണ്. കാരണം ഞാൻ ഓരോ കുടുംബത്തിലും ഞാൻ പോയത് കൊണ്ടാണ് എന്നെ ഇപ്പോഴും അറിയുന്നത്. അതെല്ലാവരും മുമ്പോട്ട് ഇതുപോലെ കൊണ്ടുപോവുക. ഇപ്പം കുടുംബ ജീവിതവും മറ്റതും തിരക്കും ആയതുകൊണ്ടാണ് വരാൻ പറ്റാത്തതും. ഏതായാലും എല്ലാവരും അങ്ങോട്ടും എല്ലാവരും ദുആ ചെയ്യുക. ഈ ബന്ധം മുമ്പോട്ട് തന്നെ ഈ ഐശ്വര്യമായിട്ട് പോട്ടെ. മക്കളെല്ലാവരും അങ്ങോട്ട് തമ്മിൽ പരിചയപ്പെടുത്തിയും മുമ്പോട്ട് പോവുക. ഇൻഷാ അല്ലാഹ്.